ഞാൻ ഈ പറഞ്ഞ പോലെ KM ഷാജി ആണെങ്കിലും ഈ പറഞ്ഞ ലീഗ് നേതാക്കളാണെങ്കിലും നമ്മൾ ഒന്ന് പിന്നിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും പല അഭിപ്രായങ്ങൾ, അതായത് ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വിമർശനം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാവും. കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഇപ്പം വരുമ്പോൾ അവിടെ കാണുന്നത് വയ്യ, ലീഗ് നേതാക്കൾക്ക് വയ്യ, ഒന്നിനും വയ്യ, അവിടെ ഒരു മൗനം, ചെറിയൊരു മടി, ഒന്നും അഭിപ്രായം പറയാൻ മടി. അതെന്തുകൊണ്ടാണ്? അതും ഈ പറഞ്ഞ LDFകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നതല്ല കാണുന്നത്. അത് ആദ്യം ക്വസ്റ്റ്യൻ വരുന്നത് ലീഗുകാരോടാണ്. അപ്പൊ ആ പാപഭാരം ചുമന്നുകൊണ്ട് ഉള്ള ജീവിതം എങ്ങനെയാണ്? നിങ്ങളിപ്പോ മൊത്തത്തിലുള്ള ഒരു പ്രത്യാരോപണങ്ങളുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമാണ്. പക്ഷെ ആ വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കണമെന്നാണ് എന്നാൽ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വിഷയം. ഇപ്പൊ ഈ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ പോയി കണ്ട് പുള്ളിക്കാരന്റെ പൊന്നാട അണിയിക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. എന്തുകൊണ്ട് യൂത്ത് ലീഗ് അതിനെതിരെ ഒന്നും പറഞ്ഞില്ല? അല്ല, നമ്മള് ക്ഷീരദിനാശംസകൾ എന്ന് പറയരുത് പ്ലീസ്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ബിന്ദു കൃഷ്ണ ജീവിക്കുന്ന കൊല്ലം പ്രദേശം പോലെയോ അല്ലെങ്കിൽ ആലപ്പുഴ തിരുവനന്തപുരം പ്രദേശം പോലെയോ അല്ല മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരാളുടെ SNDPയുമായ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ കാരണം, വെള്ളാപ്പള്ളി നടേശൻ എതിര് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയോടാണ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളോടും മറ്റുമൊക്കെയാണ്. അതേസമയം ഇവിടെയുള്ള ഒരാൾ പോയിട്ട് വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ആ പറഞ്ഞ പോലെ ഷാണളിക്കുകയും മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് കുറച്ചുകൂടി ശക്തമായി ആണ്. പക്ഷെ നമ്മുടെ മുന്നണിയിലെ മന്ത്രിയാണെങ്കിലും ഓരോ ആളുകൾക്കും ഓരോ നിലപാടും അഭിപ്രായങ്ങളും അവരുടെയൊക്കെ നിലപാടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അവരുടെ നിലപാടെടുത്താണ്. പക്ഷെ അതിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, ശക്തമായുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, ആളുകൾ അതിനെ എതിർത്തുണ്ടായിരുന്നു. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു MLA എന്ന നിലയിൽ വെള്ളാപ്പള്ളി ഇപ്പോഴും ഒരു വർഗീയവാദിയാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? നിലപാടിൽ മാറ്റമുണ്ടോ? വെള്ളാപ്പള്ളി പിന്നീട് ആ രീതിയിലുള്ള ശക്തമായ അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ പിന്നീട് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഇവിടെ മലബാർ ഏരിയയിൽ നിൽക്കുന്ന ഒരാളെ പോലെ ആയിരിക്കില്ല തെക്ക് ഭാഗത്തേക്ക്. മീൻസ് ഞാൻ ഒന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള തുപ്പിയിട്ടുള്ള വർഗീയ വിഷയങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇരിക്കുന്ന ഒരു മലയാളിക്കും അതിൽ കൺഫ്യൂഷൻസ് ഇല്ല, അതിൽ ഗ്രേ ഇല്ല, ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അപ്പം തെക്ക് വശത്ത് നിന്നതുകൊണ്ട് ബിന്ദു കൃഷ്ണക്ക് അത് വീര്യം കുറഞ്ഞതായിട്ട് തോന്നിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് അത് ക്ലിയർ അല്ലേ, പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് മുസ്ലിം ലീഗിനെതിരായാലും നമ്മളുടെ ഇപ്പം രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് അത്തരം പരാമർശങ്ങൾ പാടില്ല. ആ തരത്തിൽ നമ്മൾ അതീവ അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം പരാമർശങ്ങൾ പാടില്ല, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ. അപ്പോൾ ബിന്ദു കൃഷ്ണ പോയത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, ചെയ്യരുതായിരുന്നു. ഒരു കോൺഗ്രസ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വരരുതായിരുന്നു. അത്തരമൊരു ഉറച്ച നിലപാട് എന്തുകൊണ്ട് വന്നില്ല? അത് വന്നിട്ടുണ്ട്, അത് മീഡിയകളിലൂടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വന്നിട്ടുണ്ട്, അവർക്ക് തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം പോലും പങ്കെടുത്തില്ല എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ.